പക്ഷേ രാജ്യമെമ്പാടും കോൺഗ്രസിനും അതോടൊപ്പം തന്നെ അവരുടെ രാഷ്ട്രീയ അല്ലെങ്കിൽ അവരുടെ ആചാര്യനായി കാണുന്ന ഗാന്ധിക്കും കിട്ടുന്ന പിന്തുണ വളരെ വലിയ രീതിയിൽ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഗാന്ധിയെ ഒരു രാഷ്ട്രപിതാവായിട്ട് കാണാൻ ഇന്ന് ആരും തയ്യാറാവുന്നില്ല. കാരണം ഗാന്ധി മാത്രമല്ല നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്ന് ഇന്ന് പലരും വിശ്വസിക്കുന്നു. ശരിക്കും സത്യം തന്നെയല്ലേ? അല്ല, ഒരു വ്യക്തിയല്ല ഒരു രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നത്. ആ രീതിയിൽ ഗാന്ധി മാത്രമാണോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്ന് ചോദിച്ചാൽ ഗാന്ധിയല്ല. പക്ഷേ ഗാന്ധിയുടെ ഒരു കോൺട്രിബ്യൂഷൻ ഇക്കാര്യത്തിൽ വളരെ വലുതാണ് എന്ന കാര്യം നമുക്കറിയാം. അത് കോൺഗ്രസിൻ്റെ ഒരു നെറേറ്റീവ് മാത്രമല്ല. കാരണം ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യ പൊളിറ്റിക്കലി ശകലീകരിച്ച് കിടക്കുന്ന ഒരു പ്രദേശമാണ്. രാഷ്ട്രീയമില്ല ശരിക്കും. ഓരോ സ്ഥലത്ത് ആളുകൾ അവരുടെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. കലാപങ്ങൾ, സമരങ്ങൾ എന്നൊന്നും നമുക്കതിനെ വിശേഷിപ്പിക്കാൻ പറ്റില്ല. കാരണം അതിനുള്ള ശേഷി അവർക്കില്ല. അവർ പട്ടാളക്കാരുടെയും അതേപോലെ തന്നെ പോലീസുകാരുടെയും ഇന്ത്യയിലുണ്ടായിരുന്ന അക്കാലത്തെ ഫ്യൂഡൽ ഗുണ്ടകളുടെയും ഭീഷണിക്ക് വിധേയമായിട്ട് ഭയത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ. ഭയമായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറയും. ആ ഭയത്തെ മാറ്റാനായിട്ട് ഗാന്ധി പരിശ്രമിച്ചു എന്നിടത്താണ് ഗാന്ധിയുടെ പ്രസക്തി പതുക്കെ ഉയർന്നു വരുന്നത്. പിന്നീട് നിരന്തരമായി നടത്തിയ അദ്ദേഹത്തിൻ്റെ യാത്രകൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അതൊക്കെ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രനിർമ്മിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. പക്ഷേ അതെല്ലാം ഗാന്ധി ഒറ്റയ്ക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനേറ്റവും രസകരമായിട്ടുള്ളൊരു ഉത്തരം നമുക്ക് കിട്ടുന്നത് ജർമ്മൻ കവിയായിരുന്ന ബെർത്തോൾട്ട് ബ്രെത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അലക്സാണ്ടർ ഇന്ത്യ കീഴടക്കി. അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ്, കൂടെ ഒരു അരിവെപ്പുകാരൻ പോലും ഉണ്ടായിരുന്നില്ലേ എന്ന് പറഞ്ഞാൽ അലക്സാണ്ടർ ഇന്ത്യ കീഴടക്കിയത് ഒറ്റക്കല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് ഈ അരിവെപ്പുകാരനടക്കമുള്ള വലിയ ഒരു ഫോഴ്സ് ആവശ്യമാണ്. പട്ടാളമുണ്ട്, അതിന് അതിൻ്റെ സഹായ സമ്പ്രദായം, അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് വലിയൊരു സംവിധാനമാണ് എന്ത് ചെയ്യുന്നത്, ഈ കീഴടക്കൽ പ്രക്രിയയിലേക്ക് അദ്ദേഹത്തെ വിജയിയാക്കി മാറ്റും. അങ്ങനെ തന്നെയാണ് ഇന്ത്യയുടെ കാര്യത്തിലും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനുള്ള പോരാട്ടം നടത്തുമ്പോൾ അതിലെത്രയോ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ, സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മറ്റൊരു മുഖമാണ് ശരിക്കും സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത്. മാഷ് ഇപ്പോൾ ഇത് കോൺഗ്രസിൻ്റെ ഒരു നെറേറ്റീവ് അല്ല എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ പറയാൻ എന്താ കാരണം? കാരണം നമ്മുടെയൊക്കെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്സിലൊക്കെ നമ്മുടെ മുൻ തലമുറകളൊക്കെ പഠിച്ചിട്ടുള്ളത് കൂടുതലും ഗാന്ധിയെക്കുറിച്ചാണ്. ഗാന്ധി എന്ന് പറയുന്ന ഒരൊറ്റ കാര്യങ്ങളിലേക്ക് കാര്യം ഫോക്കസ് ചെയ്യുന്ന ഒരു രീതിയിലുണ്ടായിരുന്നു. അതായത് മറ്റുള്ള ആളുകൾക്കൊന്നും വേണ്ട രീതിയിലുള്ളൊരു സ്പേസ് കൊടുത്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അത്തരം രീതിയിൽ ടെക്സ്റ്റ് ബുക്കുകളെ നിർമ്മിക്കുന്നതിൽ അന്നുണ്ടായിരുന്ന സർക്കാരുകൾ കാണിച്ച ഒരു നയം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയല്ലേ ഉള്ളത്. അപ്പോൾ അതിനൊരു നെറേറ്റീവായിട്ട് തന്നെയല്ലേ നമുക്ക് കാണാൻ പറ്റുക. നമുക്ക് ആരാണ് അന്നത്തെ ഭരണകൂടത്തിനോട് എതിർത്ത ഒരു ആൾ കൂടിയായിരുന്നു മഹാത്മാഗാന്ധി. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് അദ്ദേഹം സ്വാതന്ത്ര്യം നേടി ഇന്ത്യ അധികാരത്തിലേക്ക് എത്തിയ സമയത്ത് ആ അധികാരത്തിൻ്റെ ഒരു കസേരയിലും കയറിയിരിക്കാനായി അദ്ദേഹം തയ്യാറായില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും അതിൻ്റെ അധികാരവും ഒക്കെ ആയിട്ട് നെഹ്റുവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ പോയിപ്പോൾ ഗാന്ധി വഴിയിലിങ്ങനെ തെണ്ടി കണക്കാണ് ചെയ്തത്. തെണ്ടി കണക്ക് മാത്രമല്ല, വിഭജനത്തിൻ്റെ ഫലമായിട്ടുണ്ടായ വലിയ മുറിവുണക്കുന്നതിന് വേണ്ടി പല സ്ഥലങ്ങളിലും നടക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പരിണതിയിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, വെടിയേറ്റ് വീഴുന്നത്. അങ്ങനെ വെടിയേറ്റ് വീണതിന് ശേഷം അദ്ദേഹത്തിന് കിട്ടിയ ഒരു പരിവേഷം എന്ന് പറയുന്നത് വലിയൊരു രക്തസാക്ഷി പരിവേഷമായിരുന്നു. ശരി, ലോകം മുഴുവനും നെടുങ്ങിയൊരു സംഭവമാണ്. അങ്ങനെയാണ് അവിടെ ഒരു മേക്ക് ഓവർ എന്ന് പറയുന്നത് ഗാന്ധിയിൽ. ആരും ബോധപൂർവ്വം നിർമ്മിച്ചതല്ല. അദ്ദേഹം അങ്ങനെ രക്തസാക്ഷിയായതിൻ്റെ ഫലമായിട്ട് അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം ഇന്ത്യയിൽ ഇങ്ങനെ നിറഞ്ഞ് വളരുകയാണ് ചെയ്തത്. പിന്നീടാണ് ഈ പറയുന്ന പാഠപുസ്തകങ്ങളിലേക്കൊക്കെ അത് കയറുകയും. ഒരു പക്ഷേ വെടിയേറ്റാണ് അദ്ദേഹം മരിച്ചില്ലായിരുന്നെങ്കിൽ ഇത്ര രീതിയിലുള്ള സ്വാധീനം കിട്ടില്ലായിരുന്നു. അദ്ദേഹം രക്തസാക്ഷി ആയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഗാന്ധി ആയിരിക്കില്ല ഇന്ത്യ വായിക്കുന്നത്. ഇന്ത്യ മാത്രമല്ല, ലോകം വായിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഭരണകൂടത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള ജീർണതകളിലേക്കും അദ്ദേഹത്തിൻ്റെ പേര് കൂടി ചേർക്കപ്പെടുകയും അങ്ങനെ അത്ര താല്പര്യമില്ലാത്ത, ആകർഷണമില്ലാത്തതായ ഒരു വ്യക്തിയായി ഗാന്ധി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഗാന്ധിയെ അത്തരത്തിൽ വലിയ ഒരു പ്രതിഭാസമാക്കി മാറ്റിയത് ഗോഡ്സെ തന്നെയാണ് ശരിക്കും. അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നതുകൊണ്ട് തന്നെയാണ് ഗാന്ധി എന്ന് പറയുന്നത് ഇങ്ങനെ
വലിയ തരത്തിൽ ഉയർന്ന് നിൽക്കുന്ന ഒരു പ്രതിഭാസമായി മാറിത്തീർന്നത് എന്നുള്ളത് ചരിത്ര വായനയിലൂടെ ഒരു പാഠമാണ് ശരിക്കും പറഞ്ഞാൽ. അത് പക്ഷെ അങ്ങനെ ആരും കാണുന്നില്ല എന്നാണ് എനിക്ക്. അതിന് പകരമായിട്ട് ഇപ്പോൾ അവരെ വായിക്കാനായിട്ട് ശ്രമിക്കുന്നത് അല്ല, അവിടെ കൃത്യമായിട്ട് കോൺഗ്രസ് കളിച്ച രാഷ്ട്രീയം തന്നെയല്ലേ അത്? അല്ല, കോൺഗ്രസ് വെടിയേറ്റു എന്ന് പറയുന്ന ഒരു സാധനത്തെ അവർ രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചു. അതിന്റെ ഭാഗമായിട്ട് മറ്റ് സ്വാതന്ത്ര്യം നേടിത്തന്ന മറ്റു പല ആളുകളെയും ബോധപൂർവം തിരസ്കരിച്ചു. അല്ല, അങ്ങനെ തിരസ്കരിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം, രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പോൾ ഉണ്ടാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആരും നിർമ്മിച്ചതല്ലെങ്കിൽ പോലും ബാക്കി എല്ലാവരും തന്നെ അപ്രസക്തരായിട്ട് മാറിത്തീരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ഈ ഒരു രക്തസാക്ഷിത്വം കൊണ്ടാണ് ഗാന്ധി യഥാർത്ഥത്തിൽ എന്ത് ചെയ്തത്, ഇന്ത്യയുടെ മുഴുവൻ ഒരു നേതൃപദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്. അത് ആ നരേറ്റീവ് അവരുണ്ടാക്കിയതാണോ എന്ന് ചോദിച്ചാൽ അതിനേക്കാൾ ഉപരി അവർക്ക് അതിനുള്ളൊരു അവസരം കിട്ടിയത് ഈ രീതിയിലുള്ള രക്തസാക്ഷിത്വത്തിൻ്റെ ഫലമായിട്ട്. 3 വട്ടം ഏതാണ്ടുമാണ് ഗാന്ധിയെ കൊല ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ഇദ്ദേഹം നടത്തുന്നത്. അത് 3ാമത്തെ വട്ടം അദ്ദേഹം വിജയിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഗാന്ധി ഈ രീതിയിൽ വലിയ ഒരു ഫിഗറായി മാറിത്തീരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അത് മാത്രമല്ല പക്ഷേ ഈ സുഭാഷ് ചന്ദ്രബോസ് അടക്കമുള്ള ആളുകളോട് ഗാന്ധി കാണിച്ച സമീപനം, അദ്ദേഹം പ്രസിഡൻ്റായി 2ാം വട്ടം പ്രസിഡൻ്റായിട്ട് വരുന്ന സമയത്ത്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാതെ ഗാന്ധി തൻ്റേതായ താല്പര്യപ്രകാരം മറ്റ് സ്ഥാനാർത്ഥിയെ നിർത്തിയതൊക്കെ അതൊക്കെ കൃത്യമായ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. എന്തിനായിരുന്നു അത്? ഗാന്ധി ഒരു മഹാത്മാവായിരുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു. അല്ല, മഹാത്മാവായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു. മഹാത്മാവായിട്ടില്ല, നമ്മളെല്ലാവരും മഹാത്മാവാക്കുകയാണ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഈഗോൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഭഗത് സിംഗിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നു. ഭഗത് സിംഗ് മരിക്കില്ലായിരുന്നു. ഭഗത് സിംഗിനെ ബ്രിട്ടീഷുകാരെന്ത് ചെയ്യുമായിരുന്നു? മോചിപ്പിക്കുമായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരിക്കലും കൊല്ലില്ലായിരുന്നു. ഗാന്ധി വിചാരിച്ചാൽ മാത്രം മതിയായിരുന്നു. പക്ഷെ ഗാന്ധി അങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട് തയ്യാറല്ലായിരുന്നു. അതും ചരിത്രത്തിൽ വായിക്കപ്പെടുന്നൊരു കാര്യമാണ്. ഭഗത് സിംഗിനെ വേണമെങ്കിൽ ഗാന്ധിക്ക് രക്ഷപ്പെടുത്താമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ സന്ധി സംഭാഷണത്തിൽ ഭഗവതിനെ കൊല ചെയ്യാൻ പാടില്ല, അയാളെ വേണമെങ്കിൽ ജീവപര്യന്തമൊക്കെ ശിക്ഷിച്ച് വിട്ടോളൂ എന്ന് ഗാന്ധി എന്ന് പറഞ്ഞിരുന്നതിൽ ഭഗത് സിംഗ് കൊല ചെയ്യപ്പെടുന്ന പ്രശ്നമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരുപാട് അത്തരം വായനകൾ നമുക്ക് ഗാന്ധിയുടെ കാര്യത്തിൽ എടുക്കാവുന്നതാണ്. അതായത് ഗാന്ധി ഒരു മഹാത്മാവല്ല എന്ന് നമുക്ക് അതെ, അല്ല, എല്ലാ വ്യക്തികൾക്കുണ്ടാവുന്ന ഒരു ഈഗോ ക്ലാഷ് എന്ന് പറയുന്നത് ഗാന്ധിക്കുണ്ടായിരുന്നു. ഗാന്ധി പലരുമായിട്ട് നടത്തിയിരുന്ന സംവാദങ്ങൾ, പ്രവർത്തനങ്ങൾ ഒക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെയാണ്. ഒരു വ്യക്തിത്വത്തിൻ്റെ 2 പാർട്ടുകൾ അല്ലെങ്കിൽ 3 പാർട്ടുകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തിരിക്കുമ്പോൾ അതിലൊരു പാർട്ടി ഇത്തരം കാര്യങ്ങൾ അടങ്ങിയതായിരിക്കും. മറ്റൊരു പാർട്ട് എന്ന് പറയുന്നതാണ് അവരുടെ സോഷ്യൽ ഫിഗറിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് സഹായകരമായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അതുപയോഗിച്ചാണ് ഗാന്ധിയെ ഈ രീതിയിൽ നമ്മുടെ രാഷ്ട്രപിതാവായിട്ട് നാം അംഗീകരിക്കുകയും വളർത്തുകയും അങ്ങനത്തെ ഒരു മേക്ക് ഓവർ പ്രോസസ്സ് അതിനകത്തുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റു വശങ്ങൾ കാര്യമായിട്ട് അങ്ങനെ ചർച്ച ചെയ്യുന്നില്ല. ഈ ഭഗത് സിംഗുമായിട്ട് യഥാർത്ഥത്തിൽ ഗാന്ധിക്ക് എന്തായിരുന്നു പ്രശ്നം? ഭഗത് സിംഗ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പ്രശസ്തനായി തീരുകയല്ലേ ചെയ്യുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഊർജമായിട്ട്, ശക്തിയായിട്ട് ഗാന്ധിയേക്കാൾ കൂടുതൽ ഒരു സമയത്ത് പെട്ടെന്ന് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടതായിരുന്നു ഭഗത് സിംഗ്. അപ്പോൾ അത് ഗാന്ധിയുടെ ഈഗോനെ ശരിക്കും വ്രണപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗാന്ധിക്ക് കിട്ടാത്തൊരു അംഗീകാരമാണ് ഭഗത് സിംഗിന് കിട്ടിയത്. ഭഗത് സിംഗ് അതോട് ഇതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം കൊണ്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ത് ചെയ്തു, പ്രജ്വലമായിട്ടുള്ള വ്യക്തിത്വമായി മാറിത്തീർന്നു. പക്ഷേ ഭഗത് സിംഗിനെ പിന്നീട് ഒരു പിന്തുടർച്ച ഉണ്ടായിരുന്നില്ല. കാരണം കോൺഗ്രസ്സുകാർ ഭഗത് സിംഗിനെ വിടുകയാണ് ചെയ്തത്. കോൺഗ്രസ്സുകാർ ഏറ്റെടുത്തില്ല എന്നുള്ളതാണ്. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യയുടെ എല്ലാ കാര്യങ്ങളും മിക്കവാറും തന്നെ നിശ്ചയിച്ചിരുന്നത് അന്നത്തെ ഭരണകൂടമായിരുന്നു. ആ ഭരണകൂടം ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടമാണ്, കോൺഗ്രസിൻ്റെ ഭരണകൂടമാണ്. അവർ തുടർച്ചയായിട്ട് 15 വർഷക്കാലം ഇന്ത്യ ഭരിച്ചിരുന്നതാണ്. ഏകകക്ഷി ഭരണത്തിൻ്റെ ഒരു കാലമാണ്. ആ കാലത്ത് അവർ ആരെയൊക്കെയാണ് പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളത് അവർ പ്രൊജക്റ്റ് ചെയ്യപ്പെടുകയും ആരെയൊക്കെയാണ് അവർ ഇകഴ്ത്തിയിട്ടുള്ളത് അവരൊക്കെ ഇകഴ്ത്തക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗും ഒന്നും കാര്യമായ രീതിയിൽ ഉയർന്നു വരാതെ പോയത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ചിറ്റഗോങ് റവല്യൂഷൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ നടന്ന ആ സമരങ്ങളിൽപ്പെട്ട ആളുകളും ഒന്നും കാര്യമായിട്ട് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ബ്രിട്ടീഷുകാരുടെ വലിയ പട്ടാള താവളങ്ങൾ തന്നെ അടിച്ച് തകർത്ത് തരിപ്പണമാക്കിയ വലിയ ഒരു ഫോഴ്സിൻ്റെ പ്രവർത്തനമാണ് ഈ ചിറ്റഗോങ് വിപ്ലവം എന്ന് പറയുന്ന സാധനം. അതൊന്നും കാര്യമായിട്ട് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, കൊണ്ടാടപ്പെടുകയില്ല, ഇന്നുമില്ല, ഇനി എന്നും ഉണ്ടാവാനും പോകുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് മാഷ് പറയുന്നത് അവസാനമായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ നമ്മൾ പഠിച്ച പാഠപുസ്തകങ്ങളിലെല്ലാം ഗാന്ധി മാത്രം
ഒരു പ്രധാന സ്വാതന്ത്ര്യം നേടിത്തന്നതിൽ ഒരു പ്രധാന നേതാവായിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതൊരു മറ്റുള്ളവരെയൊക്കെ മറന്നുപോയിട്ടുണ്ട് എന്ന് തന്നെയാണ് അല്ലേ? അതെ, അവർ മറ്റുള്ളവരൊക്കെ വിസ്മരിക്കപ്പെടുകയും ഗാന്ധി മാത്രം പ്രൊജക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യം വരികയും അങ്ങനെയാണ് ഇന്നത്തെ പോലെയുള്ള ഒരു വൈഡ് പെർസ്പെക്റ്റീവ് ഗാന്ധിക്ക് ലഭിച്ചിരിക്കുന്നത്.